അങ്ങനെ കസ്തൂരി മഞ്ഞൾ നടന്ന ഒരു രീതിയാണ്. ഞാൻ 6 കിലോ പറിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 150 വിത്ത് നടുവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി വീതിയിൽ ഒരു തടം എടുത്തിട്ട് ഈ ചാരവും മണ്ണും കൂടെ മിക്സ് ചെയ്തു. ഇങ്ങനെ ഞാൻ എല്ലാം നട്ടേക്കുന്നത്. അപ്പോൾ വലിയ കല്ലൊക്കെ ഞാൻ മാറ്റി ചാരവും മണ്ണൂടെ മിക്സ് ചെയ്തിട്ട്, ചാരമല്ല ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടെ ചേർന്നുള്ള വളമാണിത്. എന്നിട്ട് 2 കസ്തൂരി മഞ്ഞൾ 2 പീസേ എടുത്തുള്ളൂ. എന്നിട്ട് ഈ മണ്ണും അല്ലാണ്ട് മണ്ടയിൽ ഇതുപോലെ കൂട്ടി വെച്ചിട്ട് പിന്നെ ചാണകപ്പൊടി. അപ്പം ഞാൻ ഓരോ തളമായിട്ടാണ് എടുത്ത് നടന്നത്. അങ്ങനെ 100 കുഴിയെടുത്താണ് നട്ടേക്കുന്നത്. അപ്പം ഇച്ചിരി വീതിയിലെടുക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ കസ്തൂരി മഞ്ഞളെല്ലാം നട്ടത്, ഇതിനു മുമ്പ് നട്ടത്. അപ്പോൾ ഞാൻ അടുത്തൂടെ കാണിക്കാം. ഇച്ചിരി വീതിയിലാണ് ഇതെടുത്തേക്കുന്നത് തളം. അപ്പം ഞാൻ ചാണകപ്പൊടിയും മണ്ണൂടെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് കസ്തൂരി മഞ്ഞൾ വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ മണ്ണിടുന്നു. വലിയ കട്ടയൊക്കെയാണ് ഞാൻ ഈ മാറ്റും. അപ്പോൾ ഇതിൻ്റെ അത് ഇത്രയും വീതിയിലെടുക്കുമ്പോൾ ഇതിൻ്റെ അത് കിടന്നോളും. എന്നിട്ട് കുറച്ച് കരിയിലയുടെ മണ്ടേ വരി വെക്കും. ഇങ്ങനെയാണ് ഞാൻ കസ്തൂരി മഞ്ഞൾ നടന്നത്. എൻ്റെ രീതിയിലാണ് ഞാൻ നടന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും രീതിയിലുള്ള കുഴി എടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഈ സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് 3 പീസ് കിട്ടുകയാണ്. ഈ 3 പീസിൽ ഞാൻ ഒരു 10 കിലോ കസ്തൂരി മഞ്ഞളെങ്കിലും ഉണ്ടാക്കി കാണും. ഒരു 2 കൊല്ലമായിട്ട് ഒരാൾ 3 പീസ് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം അന്ന് നട്ടതും ഇന്ന് നട്ടതും ഇതുപോലൊക്കെയാണ്. നല്ലൊരു തടം എടുത്തിട്ട് മണ്ണും ചാണകപ്പൊടിയും ചാരവും എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ മണ്ണിടും. ഇങ്ങനെ മണ്ണിട്ട് എൻ്റെ രീതിയിലാണ് ഞാൻ നടന്നത്. എനിക്കിങ്ങനെ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. കണ്ടോ, ഇത്രയും രീതിയിലാണ് തടം എടുത്തേക്കുന്നത്. കണ്ടോ, എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കരിയിലയും ചെപ്പും ചവറൊക്കെ വെച്ചു. ഇങ്ങനെയാണ് കിളിച്ച് വരുമ്പോൾ ചാണ്ട് വിറ്റിനെ അടുപ്പിക്കും, മണ്ണിട്ട് അടുപ്പിക്കും. ഇപ്പം കുറച്ച് വെള്ളം കൂടെ കോഴി ഒഴിക്കാം, നല്ല ഉണക്കായതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും ഞാൻ നട്ടിട്ടുണ്ട്. നട്ടിട്ടിരിക്കുക. ഞാൻ ഇങ്ങനെയാണ് ഞാൻ കസ്തൂരി മഞ്ഞൾ നടന്നു.
ഇങ്ങനെ ഇത് വിളവ് കിട്ടിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് വിളവ് കിട്ടിയതാണ്. ചപ്പും വെച്ചു. ഇതാണ് ആദ്യം ചെറിയൊരു വീതിയിൽ കുഴി എടുക്കുക. പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ചാണകപ്പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിന് മണ്ടയിൽ കസ്തൂരി മഞ്ഞൾ ഇറക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് മണ്ടയിൽ ഇച്ചിരി മണ്ണിട്ട് പിന്നെ ചാണകപ്പൊടിയും എല്ലാം മണ്ടയിലിടുക. എന്നിട്ട് മണ്ടയിൽ ചപ്പും ചവറൊക്കെ ഇട്ട് ഇതുപോലെ ഇടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വേരോടും ഇതും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ചൂടുള്ളത് കൊണ്ടാണ്, നല്ല ചൂടായതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് പോവുകയാണ്. വെള്ളം കൂടെ ഒഴിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെയാണ് ഞാൻ ഈ പയറൊക്കെ നട്ടേക്കുന്നത്. ഉണ്ടോ, കസ്തൂരി മഞ്ഞൾ ഇതെല്ലാം നട്ടിരിക്കുകയാണ് ഇതുപോലെ. ഇപ്പോൾ എല്ലാം വെള്ളം കോരി ഒരു 19 മൂട് നട്ടു.